സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെമിനാർ മെത്തേഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പ്രോജക്ട് മെത്തേഡ് കണ്ടു. ഇത് സെക്കൻഡ് മെത്തേഡ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഇസ് സെമിനാർ മെത്തേഡ്? സെമിനാർ മെത്തേഡ് ഇപ്പൊ നമുക്കൊക്കെ കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിരിക്കും അല്ലേ? സെമിനാർ മെത്തേഡിൽ എന്താണുള്ളത്? ഇറ്റ്സ് ദ മോസ്റ്റ് മോഡേൺ ആൻഡ് അഡ്വാൻസ്ഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആൻഡ് സെമിനാർ ഈസ് എൻ അഡ്വാൻസ്ഡ് ഗ്രൂപ്പ് ടെക്നിക് വിച്ച് ഇസ് യൂഷ്വലി യൂസ്ഡ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. അപ്പൊ സെമിനാർ മെത്തേഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഹയർ എഡ്യൂക്കേഷൻ സിനാരിയോയിലാണ്. അപ്പം നമ്മൾ പ്രോജക്ട് മെത്തേഡ് ഒക്കെ കുറച്ചുകൂടി ലോവർ ലെവലിൽ യൂസ് ചെയ്തെങ്കിലും സെമിനാർ മെത്തേഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഹയർ എഡ്യൂക്കേഷൻ സിനാരിയോയിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് ലേണിംഗ് ആണ്. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നത്? സിംഗിൾ പേഴ്സൺ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? ലെക്ചർ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് ഒരു സിംഗിൾ പേഴ്സൺ ആയിരിക്കും. ഓക്കെ, അപ്പം ഇതിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു എന്താ പറയാ ഹയർ എഡ്യൂക്കേഷനിൽ നടക്കുന്ന ഒരു മെത്തേഡാണ് സെമിനാർ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ഫീൽഡിലെയും എക്സ്പേർട്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം എക്സ്പേർട്സിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ മുമ്പിൽ ഒരു സ്ട്രക്ചേർഡ് വേയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ പ്രസന്റ് ചെയ്യാണ്. പ്രസന്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഈ പ്രസന്റേഷൻ കഴിയുന്ന ഉടനെ തന്നെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷനും പിന്നെ ഒരു കൺക്ലൂസീവ് ആയിട്ട് ഒരു ഐഡിയ ഡെവലപ്മെന്റും എല്ലാം അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്തുണ്ട്? ഒരു ഫോർമൽ ലെക്ചർ ഉണ്ട്, അതായത് ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ഉണ്ട്. ഈ പ്രസന്റേഷൻ ഇസ് ഫോളോഡ് ബൈ എ group discussion of the experts in that field and finally you come to a conclusion. Okay, അപ്പം ഈ സെമിനാർ മെത്തേഡ് നമ്മൾ പറയുമ്പം എന്തൊക്കെ സ്കിൽസ് അവിടെ ഇൻവോൾവ് ആവുന്നുണ്ട്? ദ സ്കിൽസ് ലൈക്ക് റീഡിങ്, റൈറ്റിംഗ്, ടോക്കിംഗ് ആൻഡ് പ്രസന്റേഷൻ. അപ്പം ഇതെല്ലാം അവിടെ എന്തുണ്ട്? സെമിനാർ മെത്തേഡിൽ നമുക്ക് ഇൻവോൾവ് ആവുന്ന സ്കിൽസ് ആണ്. അപ്പം ഒരു മൊത്തമായ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെയാണ് ഈ സെമിനാർ മെത്തേഡ് എയിം ചെയ്യുന്നത്. അപ്പം എല്ലാ സ്കിൽസിനെയും ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് പ്രസന്റേഷൻ സ്കിൽസ് ആയി, റൈറ്റിംഗ് സ്കിൽസ് ആയി, റീഡിംഗ് സ്കിൽസ് ആയി, കോംപ്രിഹെൻഷൻ സ്കിൽസ് ആയി, ക്വസ്റ്റ്യൻ ആൻസറിംഗ് സ്കിൽസ് ആയി, അപ്പം എല്ലാം കൂടി ചേർന്ന ഒരു മെത്തേഡാണ് എന്ത്? സെമിനാർ മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതെന്താണ്? ഇതെന്ന് പറയുന്നത് ഓവറോൾ ഡെവലപ്മെന്റിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ പോയിന്റ്സ് ആണ് ഇവിടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുള്ളത്, ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ വരുമ്പം അത് എന്തൊക്കെ ഡൊമൈനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? കോഗ്നിറ്റീവ് ഡൊമൈൻ ഒബ്ജക്റ്റീവ്സും ഉണ്ട്, അതേപോലെ തന്നെ എഫക്റ്റീവ് ഡൊമൈൻ ഒബ്ജക്റ്റീവ്സും ഉണ്ട് നമ്മുടെ സെമിനാർ മെത്തേഡിന്. അപ്പൊ കോഗ്നിറ്റീവ് ഡൊമൈൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? കോഗ്നിറ്റീവ് മീൻസ് വാട്ട് വിത്ത് റെസ്പെക്ട് ടു ദ ബ്രെയിൻ അല്ലെ? അപ്പം ഇത് സെമിനാർ മെത്തേഡിൽ എന്ത് വേണം? നമ്മൾ കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ട് എന്തെങ്കിലും ഒരു ടോപ്പിക്കോ ഒരു സബ്ജക്റ്റോ പഠിക്കണം. അപ്പം നമുക്ക് എന്ത് വേണം? അവിടെ ഹയർ കോഗ്നിറ്റീവ് എബിലിറ്റീസ് വേണം അല്ലെ? അതേപോലെ തന്നെ എന്താണ്? കുറെ കൂടെ ബുദ്ധിപരമായ ആക്ഷൻസ് ആണ് അവിടെ ഇൻവോൾവ് ആകുന്നത്. അതേപോലെ നമുക്ക് എന്ത് വേണം? കീൻ ഒബ്സർവേഷൻ സ്കിൽസ് വേണം, അതേപോലെ എന്താ പറയാ ക്ലാരിഫിക്കേഷൻ വേണം. പിന്നെ നമ്മൾ പറയുന്ന ഐഡിയാസിൽ എന്ത് വരുന്നുണ്ട്? അവിടെ നമ്മൾ പ്രസന്റ് ചെയ്തു, ഫോർമലി പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഡിസ്കഷൻ വരുന്നുണ്ട് അല്ലെ? അപ്പൊ അതിനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാനും അതിനെ നമുക്ക് എന്താ പറയാ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനും എല്ലാത്തിനുമുള്ള ഒരു കഴിവ് ഈ സെമിനാർ മെത്തേഡിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ എഫക്റ്റീവ് ഡൊമൈൻ ഒബ്ജക്റ്റീവ്സും ഉണ്ട്. അതായത് എന്താണ്? ഇപ്പൊ ഒരാൾ നമ്മൾ പറയുന്ന ഒരു ഐഡിയക്ക് എതിരായിട്ട് ഒരു ഐഡിയ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? അവിടെ ആ ഒരു ടോളറൻസ് വേണം അല്ലെ? സോ നമുക്ക് എന്തുണ്ട്? ഫീലിംഗ് ഓഫ് ടോളറൻസ് അവിടെ ഡെവലപ്പ് ചെയ്യണം. അതേപോലെ തന്നെ കോപ്പറേഷൻ ഡെവലപ്പ് ചെയ്യണം. കാരണം ഇപ്പം ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു പേപ്പർ 2-3 പേര് ചേർന്ന് എഴുതുന്നുണ്ടാവാം അല്ലെ? അപ്പൊ അവിടെ ഒരു കൊളീഗ് ഫീലിംഗ്, ഒരു കോപ്പറേറ്റീവ് ഐഡിയ, നമ്മളൊരു ഐഡിയ ഷെയറിംഗ് മോഡ് അല്ലെ? പിന്നെ എന്താണ്? ഒരു ഇമോഷണൽ എബിലിറ്റി വേണം. എന്തിനാണ്? പാർട്ടിസിപ്പേഷൻ എമംഗ് ദ പാർട്ടിസിപ്പൻസ് ഇൻ ദ സെമിനാർ. സെമിനാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും കൂടി ചേർന്ന് ചെയ്യാനായിട്ട്. ഇറ്റ്സ് ജസ്റ്റ് നോട്ട് വൺ പാർട്ടിസിപ്പേഷൻ. അത് അവിടെ എന്താ ഉണ്ടാകുന്നത്? ഒരു ഗ്രൂപ്പ്, ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് അവിടെ വരുന്നത് അല്ലെ? അപ്പം ആ ഒരു ഗ്രൂപ്പിൽ ഇൻവോൾവ് ആവാനും അവിടെ നമ്മുടെ കാര്യങ്ങൾ പറയാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഇമോഷണൽ മെച്യൂരിറ്റി, ഒരു ഇമോഷണൽ എബിലിറ്റി അവിടെ നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്? അവിടെ നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യണം, എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കണം, നമ്മുടെ മാനേഴ്സ് എന്തായിരിക്കണം, അതേപോലെ ആൻസർ കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കണം. അപ്പം ആ ഒരു സ്കിൽസും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ആവുന്നുണ്ട്. സോ ദിസ് ഈസ് ദ ഒബ്ജക്റ്റീവ്സ് ഇൻ ദ കോഗ്നിറ്റീവ് ആൻഡ് എഫക്റ്റീവ് ഡൊമൈൻ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? എന്താണ് സെമിനാർ മെത്തേഡ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ സെമിനാർ മെത്തേഡിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ടൈപ്സ് നോക്കാം. എന്തൊക്കെ ടൈപ്സ് ഓഫ് സെമിനാർ ഉണ്ട്? സെമിനാറിന്റെ ടൈപ്സ് നോക്കിക്കഴിഞ്ഞാൽ മിനി സെമിനാർ ഉണ്ട്. മിനി സെമിനാർ എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ കൊടുക്കുന്നത്, അതായത് ഹയർ എഡ്യൂക്കേഷനിലേക്ക് എത്തിയിട്ടില്ല, നമ്മൾ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു കുട്ടിയോട് പറയാണ് ഈ ടോപ്പിക്ക് നീ എടുക്കുക എന്ന് പറഞ്ഞാൽ അതെന്തായി? ഒരു മിനി സെമിനാർ ആയി. ഓക്കെ, എന്നാൽ മെയിൻ സെമിനാർ എന്ന് പറയുമ്പോൾ എന്താണ്? അത് കോളേജ് ലെവലിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ ഡിപ്പാർട്ട്മെന്റ്
ഡിപ്പാർട്ട്മെന്റൽ ലെവലിൽ അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എന്തുണ്ടാവും, ഒരു സെമിനാർ കൊടുക്കേണ്ടിണ്ടാവും അല്ലെ. അപ്പം അതെന്തായി ഡിപ്പാർട്ട്മെന്റൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലായി. എന്നാൽ കുറെ യൂണിവേഴ്സിറ്റീസ് ചേർന്ന് വരുമ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ സെമിനാർ നടത്തുന്നതാണ് എന്ത്, നമ്മുടെ ഒരു നാഷണൽ സെമിനാർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ഇപ്പൊ ഇന്ത്യയിൽ ഒരു നാഷണൽ സെമിനാർ നടക്കാന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റീസിൽ നിന്ന് അവിടെ എന്തുണ്ടാവും, റെപ്രസെന്റേഷൻ ഉണ്ടാവും. ഒരേ ഫീൽഡിലെ ആൾക്കാർ വരികയും അവർ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും പ്രസന്റ് ചെയ്യുകയും പേപ്പേഴ്സ് പ്രസന്റ് ചെയ്യുകയും അതിന്റെ എന്താ പറയുക കൺക്ലൂഷൻസിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്ന ഒരു നാഷണൽ സെമിനാർ. എന്നാൽ ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിലും അല്ല, ഇന്ത്യയിലും ലിമിറ്റഡ് അല്ല, അതെന്താണ് ഓൾ ഓവർ ദ വേൾഡ് അല്ലെ, ഇന്റർനാഷണൽ ഡെലിഗേറ്റ്സ് ഒക്കെ വരിക. അപ്പം ഹൈ ലെവലിലായിട്ടുള്ള സെമിനാർ ആണിത് ഇന്റർനാഷണൽ സെമിനാർ. അപ്പൊ സെമിനാറിനെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, മിനി സെമിനാർ, മെയിൻ സെമിനാർ, നാഷണൽ സെമിനാർ ആൻഡ് ഇന്റർനാഷണൽ സെമിനാർ എന്ന രീതിയിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ എന്താണ്, സെമിനാർ മെത്തേഡിൽ എന്തൊക്കെയാണ് വേണ്ടത്, വാട്ട് ആർ ദ പ്രീ റിക്വസിറ്റ്സ് ഓഫ് ദ സെമിനാർ മെത്തേഡ്. അപ്പൊ എന്തൊക്കെയാണ് പ്രീ റിക്വസിറ്റ്സ് വരിക, ദ സെമിനാർ മെത്തേഡ്സ് ഡിപെൻഡ്സ് ഓൺ ലിംഗ്വിസ്റ്റിക്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഇൻഫ്ലുവൻസസ് ആൻഡ് ഇറ്റ്സ് മെച്യൂരിറ്റി ലെവൽ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർക്കണം, നമ്മൾ എന്ത് പറഞ്ഞു, സെമിനാർ മെത്തേഡ് എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, കോഗ്നിറ്റീവ് ഡൊമൈനെയും അഫക്റ്റീവ് ഡൊമൈനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം അവിടെ എന്തൊക്കെ സ്കിൽസ് വേണം, ലിംഗ്വിസ്റ്റിക് സ്കിൽസ് വേണം, സോഷ്യൽ സ്കിൽസ് വേണം, ഇമോഷണൽ സ്കിൽസ് വേണം, എല്ലാ സ്കിൽസും വേണം. ഓക്കെ, പിന്നെ എന്താ വേറെ നെക്സ്റ്റ് എന്താണ്, ദ കോംപ്ലെക്സ് ആൻഡ് അൺഡിഫൈൻഡ് കോൺസെപ്റ്റ് ഓർ ആർട്ടിക്കിൾ മസ്റ്റ് ബി റെഡ് ആൻഡ് ഡിസ്കസ്ഡ് ഫോർ മീനിങ് ലേണിംഗ് എക്സ്പീരിയൻസസ് ആൻഡ് ന്യൂ കൺസെപ്റ്റ്. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ കുറച്ച് കോംപ്ലെക്സ് ആയിട്ടുള്ള ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്യാത്ത പല കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കി എന്ത് ചെയ്യണം, അതിൽ നിന്ന് നമ്മൾ ന്യൂ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യോ അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ കൺക്ലൂഷൻസ് ഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു കോഗ്നിറ്റീവ് ഡൊമൈനിൽ ഹയർ കോഗ്നിറ്റീവ് സ്കിൽസ് നമ്മൾ എന്താ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. പിന്നെ ഇത് കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മളവിടെ ഗ്രൂപ്പ് ഡിസ്കഷൻ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ സെമിനാറിൽ. അതായത് ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ കമ്പൽസറി ആയിട്ട് അവിടെ ഉണ്ടാവണം. അപ്പം പിയർ ഗ്രൂപ്പ് വരുന്നുണ്ടാവും, ഒരേ ഫീൽഡിലുള്ള ആൾക്കാർ മീറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ദേ ആർ ഗോയിങ് ടു ഡിസ്കസ്. ഓക്കെ, അപ്പം സെമിനാറിന്റെ ഒരു സക്സസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഈ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ലേണറിന് കിട്ടുന്ന ഒരു എക്സ്പോഷർ, അതേ ഫീൽഡിലുള്ള ആൾക്കാരെ കാണുകയും അവരോട് സംസാരിക്കുകയും ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് എന്ത്, ഈ സെമിനാറിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പോയിന്റ്സും വെക്കാം അല്ലെ. ദ ലേണർ ക്യാൻ അഡ്വക്കേറ്റ് ആൻഡ് ഇന്ററാക്ട് ഇൻ ദ ഗ്രൂപ്പ് ഡിസ്കഷൻസ് വിത്ത് ഹിസ് എക്സ്പീരിയൻസസ് ആൻഡ് കോൺസെപ്റ്റ്സ് ഡെറൈവ്ഡ്. അപ്പൊ നമ്മൾ എന്താണ്, നമ്മളൊന്ന് എന്താ പറയാ, നമ്മൾ ആകെ മൊത്തം നോക്കുമ്പോൾ നമ്മളൊന്ന് വികസിക്കുകയാണ് അല്ലെ. നമ്മൾ നമ്മുടെ കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസസും ഒക്കെ ആ ഒരു ഡിസ്കഷനിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പം ഗ്രൂപ്പും ലേണറും രണ്ടുപേരും അവരുടെ എന്താ പറയാ കോഗ്നിറ്റീവ് സ്കിൽസിനെ എല്ലാം അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ സെമിനാർ ലെവൽ എന്ന് പറയുമ്പോൾ തന്നെ, സെമിനാർ മെത്തേഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഒരു ഹയർ ഓർഡർ ഡെവലപ്മെന്റൽ ലേണിംഗ് സ്കിൽ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഓക്കെ, പിന്നെ എന്താണ്, പിന്നെ അടുത്തത് പറയുന്നത് എന്താണ്, the interactions in this method develop observations and questioning skills, evaluation skills using their own learning experience. അപ്പൊ അവരെന്താണോ പഠിച്ചിട്ടുള്ളത് അവരുടെ ആ ഒരു പഠനത്തിന്റെ ബേസിൽ അവർക്ക് എന്ത് ചെയ്യാം, ഒബ്സർവേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാം, ക്വസ്റ്റ്യൻ ഡൗട്ട്സ് ചോദിക്കുന്ന സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാം, ആ കുട്ടിയുടെ പ്രസന്റേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ള ഇവാലുവേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാം. അപ്പം അവരവരുടെ ലേണിംഗ് എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഡെവലപ്പ് ആവാൻ ഉള്ളൊരു എക്സ്പീരിയൻസ് ആണ് എന്ത്, ഈ സെമിനാർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രീ റിക്വസ്റ്റഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒന്നാമത് നമ്മൾ പറയുന്നത് ഇത് നമ്മുടെ ഒരു ഓവറോൾ ഡെവലപ്മെന്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. രണ്ടാമത് എന്താണ്, നമുക്കൊരു മീനിങ് ഫുൾ എക്സ്പീരിയൻസ് തരുന്നു, നമ്മുടെ മീനിങ് ഫുൾ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം തരുന്നു. അതേപോലെ തന്നെ ഗ്രൂപ്പായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും പറഞ്ഞു കൊടുക്കാനും കേൾക്കാനും, റൈറ്റ്, രണ്ടുമുണ്ട്, പറഞ്ഞു കൊടുക്കാനും കേൾക്കാനും ഉള്ളൊരു എന്താ പറയാ ഒരു പ്ലാറ്റ്ഫോം അതാ കിട്ടുന്നത് അവിടെ. പിന്നെ എന്താണ്, നമ്മുടെ ഒബ്സർവേഷൻ സ്കിൽസ്, ക്വസ്റ്റനിങ് സ്കിൽസ്, ഇവാലുവേഷൻ സ്കിൽസ്, ഇതെല്ലാം നമുക്ക് ഇതിലൂടെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, സോ ഈ സ്കിൽസ് എല്ലാം എന്താണ് സെമിനാർ മെത്തേഡിൽ ആവശ്യമായിട്ട് വരുന്നതാണ്. ഇനി നെക്സ്റ്റ്, ഇവാലുവേഷൻ ഓഫ് എ സെമിനാർ. എന്ത് ബേസിസിലാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അസസ്മെന്റ് ഓഫ് എ സെമിനാർ നമുക്ക് വേണം പറയാം. അപ്പൊ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സെമിനാർസ് ആർ ഇവാലുവേറ്റഡ് either in the formal way or in an informal method. അപ്പൊ എന്ത് വേണം അവിടെ, ഫീഡ്ബാക്ക് ഷുഡ് ബി obtained immediately from speakers and participants about the seminar paper and related details. അപ്പൊ സെമിനാർ മെത്തേഡിൽ നമ്മൾ പറഞ്ഞു എന്തുണ്ട്, പ്രസന്റേഷൻ ഉണ്ട്, ഒരു ഫോർമൽ പ്രസന്റേഷൻ ഉണ്ടാവും, അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്താണ്, ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. അപ്പൊ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്ത് കിട്ടി, ഫീഡ്ബാക്സ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് ഫീഡ്ബാക്ക്, അപ്പൊ എന്താണ് ഒരു ഇവാലുവേഷൻ മെത്തേഡ് ആണ്. പിന്നെ ഒബ്ജക്ടിവിറ്റി ഓഫ് ദ പ്രസന്റഡ് പേപ്പർ ആൻഡ് ഓഡിയൻസ് വ്യൂ
could be assessed. അപ്പം എന്താണ്, നമുക്ക് ആ ഒരു പേപ്പർ നമ്മൾ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മുമ്പിൽ വരികയാണ് അല്ലെ. അപ്പൊ അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പേപ്പറിനെ നമുക്ക് അസസ് ചെയ്യാം. അതേപോലെ തന്നെ ഓഡിയൻസിന്റെ വ്യൂ എന്താണ് ഈ പേപ്പറിനെ അല്ലെങ്കിൽ പ്രസന്റേഷനെ കുറിച്ച്, അതും നമുക്ക് എന്ത് ചെയ്യാം, ഒരു അസസ്മെന്റ് ടൂൾ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ എന്താണ്, നമുക്ക് ഒബ്സർവ് ചെയ്യാം, ക്വസ്റ്റ്യനിയേഴ്സ് പ്രിപ്പയർ ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഇവാലുവേഷൻ ടൂൾസ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യാം. അതേപോലെ വേറെ എന്താണ്, ഈ ഒരു ഫീഡ്ബാക്ക്, നമുക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അത് നമുക്ക് എന്ത് കൊടുക്കാം, നമുക്ക് നമ്മുടെ പ്രസന്ററിന് കൊടുക്കുകയും പ്രസന്ററിന് അതൊരു ഫീഡ്ബാക്ക് ആയിട്ട് യൂസ് ചെയ്ത് എന്താ പറയാ സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്ന രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാം. അപ്പം ഇതെന്താണ്, ഇതെല്ലാം കൂടെ ചേർന്നതാണ് എന്ത് നമ്മുടെ ഈ സെമിനാർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അസസിങ് ഓഫ് സെമിനാർ എങ്ങനെയാണ്? ഒന്ന്, സെമിനാർസ് സെമിനാർസ് എന്ന് പറയുമ്പോൾ തന്നെ എന്തായി, അവിടെ സോഷ്യലൈസേഷൻ വന്നു അല്ലെ. നമ്മളൊരു ഗ്രൂപ്പിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യാണ്, ഒരു ഗ്രൂപ്പുമായിട്ട് ഡിസ്കസ് ചെയ്യാണ് എന്നൊക്കെ പറയുമ്പോൾ എന്തായി, അവിടെ സോഷ്യലൈസേഷൻ വന്നു. പിന്നെ എന്താണ്, ഒരു സ്പെസിഫിക് ടോപ്പിക്കിൽ ഒരു സ്റ്റുഡന്റിന് നന്നായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടീസ് കിട്ടാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഈ സെമിനാർ മെത്തേഡിലൂടെ കൊടുക്കുന്നത്. പിന്നെ എന്താണ്, നമുക്ക് ആ കണ്ടന്റ് എന്ത് ചെയ്യാം, ബിയോണ്ട് ദ ക്ലാസ് റൂം എക്സ്പ്ലോർ ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലെ. ക്ലാസ് റൂം ലിമിറ്റഡ് ആയിട്ടായിരിക്കും നമ്മുടെ സെമിനാർ ടോപ്പിക്സ് അല്ല, അതിലും ഒരു സ്റ്റെപ്പ് കൂടെ കൂടുതൽ വന്നിട്ടായിരിക്കും നമ്മുടെ സെമിനാർ മെത്തേഡ് ഉണ്ടാവുക. ഓക്കെ, സോ ദീസ് ആർ ദ അസസിങ് മെത്തേഡ്സ് ഓർ അസസിങ് ഓഫ് സെമിനാർ. ഓക്കെ, ഇനി അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യാം, ഈ പോയിന്റ്സ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് വായിച്ചിട്ട് എഴുതാം. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ എന്താണ്, ഹയർ ഓർഡർ ആണ്, മോട്ടിവേഷൻ ഉണ്ടാവണം, പിന്നെ ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് അല്ലെ, സെൽഫ് കോൺഫിഡൻസ് വേണം, സെൽഫ് റിലയൻസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം അതേപോലെ തന്നെ എന്താണ്, നമ്മളായിരിക്കും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്, കോപ്പറേറ്റീവ് നേച്ചർ ഉണ്ടാവണം നമുക്ക്, പിന്നെ സോഷ്യലൈസേഷൻ അതായത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. പിന്നെ എന്താണ്, ട്രഡീഷണൽ ആയിട്ട് ടീച്ചേഴ്സിനുള്ളൊരു മോണോട്ടോണി ഉണ്ടല്ലോ, ഒരു കാര്യം ഡിസ്കഷൻ ഒന്നും വെക്കുന്നില്ല, ഒരാൾ പറഞ്ഞു തീർന്നു, ആ ഒരു മോണോട്ടോണി ഒക്കെ ഇവിടെ എന്താ ചെയ്യുന്നുണ്ട്, അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ പല കാര്യങ്ങളും ഇതിൽ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. സോ ഇതെല്ലാം എന്താണ്, സെമിനാർ മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ് ആണ്. അതേപോലെ നമുക്ക് പറയാവുന്നതാണ് ക്വസ്റ്റ്യനിങ് സ്കിൽസ്. ഇപ്പൊ നമ്മൾ സെമിനാർ കേൾക്കുന്ന ഒരാളാണെങ്കിൽ പോലും നമ്മുടെ ക്വസ്റ്റ്യനിങ് സ്കിൽസ്, അനലൈസിങ് സ്കിൽസ്, ഒബ്സർവേഷൻ പവർ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ആ സെമിനാർ മെത്തേഡ്. ആൻഡ് വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ്? ഡിസഡ്വാൻറ്റേജ് എന്താണ്, എല്ലാ ടോപ്പിക്കിലും നമുക്ക് സെമിനാർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെ ലോവർ ക്ലാസ്സസിൽ സെമിനാർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എന്ത് വേണം, ദീസ് ആർ യൂഷ്വലി യൂസ്ഡ് ഇൻ ഹയർ ക്ലാസ്സസ് അല്ലെ. അതേപോലെ തന്നെ ടോപ്പിക്സ് സെലക്ട് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അത് നോക്കിയിട്ട് അല്ലെ, വി ഷുഡ് ആക്ച്വലി see what topic you are going to give your students for seminar. അങ്ങനെ കുറെ എന്താ പറയാ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, ബിക്കോസ് ദിസ് ഇസ് ഫോർ വാട്ട്, ഹയർ ലെവൽ ഓർ ഹയർ ഓർഡർ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. പിന്നെ എന്താണ്, ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് അവിടെ ഇൻകൾക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. സെമിനാർ തീംസ് അവിടെ ലേണിംഗ് എക്സ്പീരിയൻസ് ഇൻകൾക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവിടെ എന്തുണ്ട്, സെമിനാർ തീംസ് മസ്റ്റ് കൺഫേം ദ ലേണിംഗ് എക്സ്പീരിയൻസ് ടു ബി ഇൻകൾക്കേറ്റഡ് ടു ദ സ്റ്റുഡൻസ്. ആ സ്റ്റുഡൻസ് ലേണിംഗിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, കൺഫേം ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, സോ ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കൺഫേം ചെയ്യണം. സോ ഇതെന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷനിലാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, പക്ഷെ ലോവർ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഓരോ കുട്ടിക്കും സെമിനാർ കൊടുക്കുക, ആ കുട്ടിയെ അസസ് ചെയ്യുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, ആ കുട്ടിയെ കറക്റ്റ് ചെയ്യുക, കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ടീഡിയസ്. എന്നാൽ ഹയർ ലെവലിൽ വരുമ്പോൾ അങ്ങനെയാണ്, അത് കുറെ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യുന്നുണ്ടാവും. സോ ബാക്കി അസസ്മെന്റ് വിൽ ബി ഈസിയർ. ഓക്കെ, സോ പിന്നെ ഇത് എല്ലാ ടീച്ചേഴ്സിനും പറ്റിയ പണിയാണോ? അല്ല. നമ്മൾ കുറച്ച് മെച്ചുവേർഡ് ആയിട്ട് നല്ല ബാലൻസ് മൈൻഡുള്ള ടീച്ചേഴ്സിനാണ് ഇത് കുറച്ചുകൂടി സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുക. അതേപോലെ തന്നെ നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ടീച്ചറിന് എന്ത് വേണം, നല്ല ഐഡിയ വേണം അല്ലെ. ടീച്ചർ ഷുഡ് ബി റിസോഴ്സ്ഫുൾ, അല്ലെങ്കിൽ സെമിനാർ മെത്തേഡ് നടത്തിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ ലാസ്റ്റ് വൺ എന്താണ്, ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം സെമിനാർ എടുക്കാന്ന് പറയുമ്പോൾ ഒരാൾ ഒരു പുതിയ ടോപ്പിക്ക് പഠിച്ച് പ്രസന്റ് ചെയ്ത് അത് ഡിസ്കസ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് വേണം, ഒത്തിരി സമയം വേണം അല്ലെ. അപ്പം ഈ ഒരു സമയം നമ്മുടെ അക്കാഡമിക് സെഷൻസിൽ അല്ലെങ്കിൽ നമ്മുടെ ലിമിറ്റഡ് ടൈം ഓഫ് അക്കാഡമിക് പീരീഡിൽ നമുക്ക് കൊടുക്കാൻ ഇച്ചിരി എന്താ പറയാ പാടായിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു മാനേജ് ദ ടൈം ഇൻ ദിസ് കേസ്. സോ ദീസ് ആർ സം ഓഫ് ദ ഡിസഡ്വാൻറ്റേജസ്. അപ്പൊ നമ്മൾ ഇത് എഴുതേണ്ടത് എങ്ങനെയാണ്, നമ്മൾ ദ ഡിഫറെന്റ് മെത്തേഡ്സ് വിച്ച് ആർ ബീങ് അഡോപ്റ്റഡ് ഫോർ ദ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ദ ചേഞ്ചിങ് പാറ്റേൺ ഇൻ ദ ഇവാലുവേഷൻ മെത്തേഡ്സിൽ നമ്മൾ എന്തൊക്കെ പറയും, പ്രോജക്ട് മെത്തേഡ് യൂസ് ചെയ്യും, നമ്മളിപ്പം സെമിനാർ മെത്തേഡ് യൂസ് ചെയ്യും, അതേപോലെ തന്നെ എന്താണ് അസൈൻമെന്റ്സ് യൂസ് ചെയ്യും. അതിൽ നമ്മൾ പ്രോജക്ട് മെത്തേഡ്സ് ഡിസ്കസ് ചെയ്തു, രണ്ടാമത്തെ സെമിനാർ മെത്തേഡാണ് ഈ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അസൈൻമെന്റ് മെത്തേഡ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.